ലേൺ CS വിത്ത് ആർപിയ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റാബേസ് ലാംഗ്വേജസിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഒരു ഓവർവ്യൂ, ഏതൊക്കെ ടൈപ്സ് ഡാറ്റാബേസ് ലാംഗ്വേജസ് ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ യൂസേഴ്സ്, വിത്ത് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എന്താണ് ഡാറ്റാബേസ് ലാംഗ്വേജസ്? ഡാറ്റാബേസ് ലാംഗ്വേജസിനെ നമുക്ക് 3 രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഒന്ന് സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാമിംഗ്, സെക്കൻഡ് വൺ ബ്രിഡ്ജ് ഫംഗ്ഷൻ, തേർഡ് വൺ എസെൻഷ്യൽ ടൂൾസ്. സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാമിംഗിൽ ഇത് ഡിഫൈൻ ചെയ്യുന്നത്, ഈ ലാംഗ്വേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡാറ്റനെ ഡിഫൈൻ ചെയ്യാനും ആ ഡാറ്റാബേസിനെ ഡിഫൈൻ ചെയ്യാനും ആ ഡാറ്റാബേസിനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. രണ്ടാമത്തെ ഇതൊരു ബ്രിഡ്ജ് ഫംഗ്ഷൻ പോലെയാണ്. അതായത് യൂസേഴ്സിനെയും അപ്ലിക്കേഷൻസ് ആൻഡ് DBMS ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഫംഗ്ഷൻ ആയിട്ട് നമുക്കിങ്ങനെ കണക്കാക്കാം. ഇത് നൽകുന്ന എസെൻഷ്യൽ ടൂൾസ് വഴി നമുക്ക് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് ഡാറ്റ മാനേജ്മെന്റ് ചെയ്യാം. സോ ഈ ഒരു സിനാരിയോയില് ഡാറ്റാബേസ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഈ 3 രീതിയിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്തെടുക്കാം. ഈ ടൈപ്സ് ഓഫ് ഡാറ്റാബേസ് ലാംഗ്വേജസ് എന്തൊക്കെയാണ്? ഡാറ്റാബേസ് ലാംഗ്വേജസിന്റെ ടൈപ്സ് എന്ന് നോക്കാം. സോ അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് DDL. DDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അത് ഡാറ്റ ഡെഫിനിഷന് വേണ്ടിയുള്ളതാണ്. DML ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. അതിൽ ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് DML. DCL ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് DCL, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ആൻഡ് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. സോ ഇതൊക്കെയാണ് ഡാറ്റാബേസ് ലാംഗ്വേജസിന്റെ 4 ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജസ്. ഫസ്റ്റ് നമുക്ക് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ വരുന്ന SQL കമാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ് ആൻഡ് റീനെയിം. ക്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ, അതിൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന SQL കമാൻഡാണ് ക്രിയേറ്റ്. ഇനി നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ഇനി അതിലെന്തെങ്കിലും മോഡിഫൈ വരുത്തണമെന്നുണ്ടെങ്കിൽ മോഡിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന SQL കമാൻഡാണ് ഓൾട്ടർ. ഇനി ആ ടേബിളിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം, ആ ടേബിളിൽ അല്ലെങ്കിൽ ആ ഡാറ്റാബേസിനൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡ്രോപ്പ്. ഇനി ഏതെങ്കിലും നമ്മളൊരു ടേബിളിന് സ്റ്റുഡൻ്റ് എന്ന് പേരിട്ട് ഇനി നമുക്കത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന SQL കമാൻഡാണ് റീനെയിം. സോ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞ SQL കമാൻഡ് യൂസ് ചെയ്യാന്നുള്ളൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻസ് ID ഇൻറ്റ് പ്രൈമറി കീ നെയിം varchar 50 ഏജ് ഇൻറ്റ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ആ ടേബിളിന്റെ പേര് സ്റ്റുഡൻസ് എന്നായിരിക്കും. അതിൽ ഒരു ID ഉണ്ടാവും. ആ ID ആയിരിക്കും ആ ടേബിളിന്റെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അത് ഇൻറ്റിജർ ടൈപ്പ് ആയിരിക്കും. നെക്സ്റ്റ് നെയിം varchar 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു നെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നെയിം മാക്സിമം നമുക്ക് 50 ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. മിനിമം നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഏജ് ഇൻറ്റ്, അതായത് ഈ സ്റ്റുഡൻറ്റിന്റെ ഏജ് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റിജർ ടൈപ്പിൽ എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഏജ് ഇൻറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അതിൽ വരുന്ന കോളംസ് ഒരു ID എന്ന് പറഞ്ഞ കോളം ഉണ്ടാവും, നെയിം എന്ന് പറഞ്ഞ കോളം ഉണ്ടാവും, ഏജ് എന്ന് പറഞ്ഞ കോളം ഉണ്ടാവും. ID എന്ന് പറഞ്ഞ കോളം ഒരു ഇൻറ്റിജർ ആയിരിക്കും, അത് പ്രൈമറി കീ ആണ്. നെയിം എന്ന് പറഞ്ഞ കോളത്തിൽ നമ്മൾക്കൊരു ക്യാരക്ടർ സ്ട്രിങ് എൻറ്റർ ചെയ്യാം. അതിന് മാക്സിമം ലെങ്ത് 50 ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഏജിൽ നമുക്ക് ഇൻറ്റിജർ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാം.
സോ ഇതാണ് നമുക്കൊരു എക്സാമ്പിൾ ആയി കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് DML. DML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ഡാറ്റയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതായത് ഇപ്പൊ ഇവിടെ സ്റ്റോർ ചെയ്ത സെലക്ട്, അപ്പോൾ നമുക്കൊരു ടേബിളിൽ നിന്ന് ഡാറ്റനെ റിട്രീവ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് എന്ന് പറഞ്ഞ കമാൻഡാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ആ ഡാറ്റയിലേക്ക് എന്തെങ്കിലും ന്യൂ റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യണം, ന്യൂ റെക്കോർഡ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഇൻസേർട്ട്. ഇനി ആ എക്സിസ്റ്റിംഗ് റെക്കോർഡിന് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. അതായത് ഒരു റെക്കോർഡ് ഉണ്ട്, അതിൽ പേജ് 13 എന്നുള്ളത് പേജ് 28 ആക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ യൂസ് ചെയ്യുന്ന SQL കമാൻഡാണ് അപ്ഡേറ്റ്. നെക്സ്റ്റ് ഇനി നമ്മൾ തന്നിരിക്കുന്ന ടേബിളിൽ നിന്ന് ഏതെങ്കിലും റെക്കോർഡ്സ് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡിലീറ്റ്. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് ഫോർ ഏജ് ഗ്രേറ്റർ ദാൻ 18. ഈ ഒരു കമന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ആ ടേബിളിൽ നിന്ന് ഏജ് ഗ്രേറ്റർ ദാൻ 18 ആയവരെ മാത്രം സെലക്ട് ചെയ്ത് അതിലെ എല്ലാ അട്രിബ്യൂട്ട്സും, അതായത് ആ ടേബിളിൽ എന്തൊക്കെ അട്രിബ്യൂട്ട്സ്, എന്തൊക്കെ കോളം നെയിംസ് ഉണ്ടോ അതെല്ലാം അതും വരും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാറിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റാറിന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കോളം നെയിമും വരും. അപ്പോൾ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളിൽ ഏജ് 18 കൂടുതലുള്ള എല്ലാവരുടെയും റെക്കോർഡ്സ് കാണിച്ചു തരും. അതാണ് സെലക്ട് സ്റ്റേറ്റ്മെന്റ്. സോ നമ്മൾ ഓരോ ലാംഗ്വേജസിൽ നിന്ന് ഓരോ 1 or 2 എക്സാമ്പിൾസേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് ഈസ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് വരുന്നത് ഗ്രാൻഡ് ആൻഡ് റിവോക്ക് ആണ്. ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസേഴ്സിന് പ്രിവിലേജസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു SQL കമാൻഡാണ് ഗ്രാൻഡ്. ഇപ്പൊ ഗ്രാൻഡ് സെലക്ട് ഓൺ സ്റ്റുഡൻസ് ടു യൂസർ 1 കൊടുത്തു കഴിഞ്ഞാൽ യൂസർ 1ന് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിളിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനി റിമൂവ്സ് ആക്സസ് പ്രിവിലേജ് ഫ്രം യൂസേഴ്സ്. അത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇൻ കേസ് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ടേബിളിലെ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ റിവോക്ക് സെലക്ട് ഓൺ സ്റ്റുഡൻസ് ഫ്രം യൂസർ 1 കൊടുത്തു കഴിഞ്ഞാൽ യൂസർ 1ന് സ്റ്റുഡൻസ് എന്ന ടേബിളിന് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അത് റിമൂവ് ചെയ്യാണ്, ആക്സസ് പ്രിവിലേജിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജിൽ വരുന്നതാണ് ബിഗിൻ, കമ്മിറ്റ്, സേവ് പോയിന്റ് ആൻഡ് റോൾ ബാക്ക്. ബിഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമന്റാണ് ബിഗിൻ. കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് പെർമനന്റ്ലി നമുക്ക് ട്രാൻസാക്ഷനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കമ്മിറ്റ്. സേവ് പോയിന്റ്, ചെക്ക് പോയിന്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സേവ് പോയിന്റ്. റോൾ ബാക്ക് ആണെങ്കിൽ റിവേർട്ട് ചേഞ്ചസ് ഒക്കെ റിവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാബേസ് ലാംഗ്വേജസിനെ കുറിച്ച് പഠിച്ചു. ഇനി പോപ്പുലർ ഡാറ്റാബേസ് ലാംഗ്വേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് SQL സ്റ്റാൻഡേർഡ് ഫോർ റിലേഷണൽ ഡാറ്റാബേസസ്, XQL XML ഡാറ്റാബേസ് മാനിപ്പുലേഷൻ, OQL ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റാബേസസ്, ആൻഡ് ഗ്രാഫിക്കൽ QL API data integration. These are the most popular database languages. ഇതിലിപ്പോൾ SQLനെ കുറിച്ചാണ് നമ്മളിപ്പോൾ SQLന്റെ കമന്റ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. Until then, bye.